പരിശുദ്ധ പരമ ദിവ്യകാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 4-ാം അധ്യായം 12-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഒരിക്കൽ കൂടി അച്ഛനാ വചനം വായിക്കാം. മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നമ്മളെ രക്ഷിക്കാൻ ദൈവം കടന്നു വന്നിരിക്കുന്ന നിമിഷമായത്. ഈ ദിവ്യകാരുണ്യനാഥനിൽ ഈശോ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ നോക്കുന്നവനാണ് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടുക. പലപ്പോഴും വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ നോക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടാത്തത്. വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ നീ നോക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിക്കും. കാരണം നമ്മളെ രക്ഷിക്കാൻ ദൈവം നമ്മുടെ മുമ്പിലായിരിക്കുന്ന നിമിഷമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 32-ാം അധ്യായം 24-ാം തിരുവചനം ഇങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ആയിരിക്കുമ്പോൾ, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ശരണപ്പെടുമ്പോൾ, ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു നഷ്ടം വരുത്താൻ ദൈവം സമ്മതിക്കില്ല. എത്ര വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും, എത്ര വലിയ വേദനകൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും, ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ നഷ്ടം വരുത്താൻ ദൈവം സമ്മതിക്കത്തില്ല. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 34-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വലഞ്ഞേക്കാം, എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണത്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ വേദനകളും ആകുലതകളും ബുദ്ധിമുട്ടുകളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ആരൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവൻ്റെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആരൊക്കെ നിലവിളിച്ചിട്ടുണ്ടോ, കണ്ണുനീരോടുകൂടെ നിന്നിട്ടുണ്ടോ, അവൻ്റെയൊക്കെ ജീവിതത്തിൽ ദൈവം തൊട്ടിട്ടുണ്ട്. കാരണം നീ നിലവിളിയോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിൻ്റെ കണ്ണീരൊപ്പാൻ, നിൻ്റെ കണ്ണീരിൻ്റെ കാരണമറിയാൻ ദൈവം കടന്നു വരും. നിൻ്റെ ജീവിതത്തെ തൊടാൻ ദൈവം കടന്നു വരും. നിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരാൻ ദൈവം കടന്നു വരും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കാം. 1 പത്രോസിൻ്റെ 5-6 നമ്മൾ വായിക്കുന്നില്ലേ, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ തമ്പുരാനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ വിശന്നു വലയേണ്ടി വന്നാലും എനിക്കൊന്നിനും കുറവില്ലാതെ നോക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ വേദനകളും നമുക്ക് വിട്ടുകൊടുക്കാം. പ്രത്യേകമായിട്ട് പഠിക്കുന്ന ഓരോ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. പുതിയ മക്കൾ ഓരോ പുതിയ ക്ലാസ്സുകളിലേക്ക് ഓരോ മക്കളും പോയിക്കൊണ്ടിരിക്കുക. പ്രത്യേകമായിട്ട് അവരുടെ പഠനങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ കരുണയാൽ, നിൻ്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നന്നായിട്ട് പഠിക്കാൻ, നല്ല മക്കളായിട്ട് ജീവിക്കാൻ, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് വളർന്നു വരാൻ, പഠിച്ചത് ഓർത്തിരുന്ന് കൃത്യമായിട്ട് എഴുതാൻ അവരുടെ മക്കളെ സഹായിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ മക്കളെ മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച്, കർത്താവേ, നിൻ്റെ അഭിഷേകത്തെ, നിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോവുക. ആത്മാവാണ് ശക്തി നൽകുന്നത്, ആത്മാവാണ് അഭിഷേകം നൽകുന്നത്, ആത്മാവാണ് കൃപകൾ നൽകുന്നത്, ആത്മാവാണ് ഇന്ന് ഈ സമൂഹത്തെ സഹായിക്കാനായിട്ട് കടന്നു വരിക. പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ, പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വിധത്തിലുള്ള നന്മകളാൽ നിറയപ്പെടാൻ വേണ്ടി ഈ നിമിഷം വിശ്വാസത്തോടുകൂടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പാടി പ്രാർത്ഥിക്കാം. തന്നാലും നാദാ ആത്മാവിനെ
ആശ്വാസദായകനേ. ചേർന്ന് തന്നാലും നാഥാ നിൻ ജീവനേ നിത്യ സഹായകനേ. ഒരിക്കൽ കൂടി എല്ലാവരും വിശ്വാസത്തോടെ പാടി. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ. തന്നാലും നാഥാ നിൻ ജീവനേ നിത്യ സഹായകനേ. അകതാരിലുണർവിൻ്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ വരദാനവാരിതേ ഫലമേകുവാനായി അനുസൂതമൊഴുകി വരൂ. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ. തന്നാലും നാഥാ നിൻ ജീവനേ നിത്യ സഹായകനേ. നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഈ ദിവികാലനാഥൻ്റെ മുമ്പിൽ നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ അപേക്ഷകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷം ഇത്. പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും നമ്മുടെ കണ്ണീരും ഒക്കെ നമുക്ക് കൊടുക്കാം. എന്തോരോന്ന് വെച്ചാൽ നമ്മൾ കരയുക അല്ലേ. ഒത്തിരി വേദനകളുണ്ട് നമുക്കൊക്കെ. ആരും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ചിരിക്കുമ്പോൾ ചിരിക്കുന്നു മാത്രം. പക്ഷേ ചങ്ങിൻ്റെ അകത്ത് ഒത്തിരി വേദനകളാണ്, ചില പ്രശ്നങ്ങളാണ്, ചില തടസ്സങ്ങളാണ്, ചില കണ്ണീരാണ് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊടുക്കാൻ നമുക്ക്. ദൈവമേ, എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, എൻ്റെ സങ്കടങ്ങൾ ഇതൊക്കെയാണ്, എൻ്റെ വേദനകൾ ഇതൊക്കെയാണ്. നീ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓർക്ക് എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവചനം. നമുക്ക് പലതും അസാധ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മനുഷ്യർക്ക് പലതും അസാധ്യമാണ്. പക്ഷെ ദൈവത്തിനാണ് എല്ലാം സാധ്യമായിട്ടുള്ളത്. ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കടബാധ്യതയായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ ഒരു അഡ്മിഷനായിരിക്കാം. ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്. പഠിക്കുന്ന ഓരോ മക്കളും സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. നന്നായിട്ട് പഠിക്കാനുള്ള കൃപ തരണേന്ന്. ചില വിഷയങ്ങൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്. ദൈവത്തിന് മുമ്പിൽ എല്ലാം സമർപ്പിക്കുക. ദൈവമേ, നീ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നിശബ്ദമായി നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ഓർക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് കരുണ്യവാനായ കർത്താവേ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളിൽ നീട്ടി ഈ ദിവികാരനാഥനെ നോക്കി വിശ്വാസത്തോടുകൂടെ നമുക്ക് പാടാം. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. ഒന്നുകൂടി. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. ഒരിക്കൽ കൂടി. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. നമുക്ക് ഇരുകരങ്ങൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമ്മുടെ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബത്തെ നമുക്കൊന്ന് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബത്തെ നമുക്കൊന്ന് ഓർക്കാം. ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൽ. സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഭർത്താവിൻ്റെ മദ്യപാന ശീലമുണ്ട്, പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട്,
ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിലാണ്. നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷം ഉണ്ടെങ്കിലാണ്, നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടായാലാണ് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കുടുംബത്തെ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ വീട്, എൻ്റെ വീട്ടിലുള്ളവർ, എൻ്റെ കുടുംബത്തിലുള്ളവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ദൈവമേ നീ അത് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇരുകരങ്ങളും നീട്ടി ഈശോയെ നമ്മുടെ കുടുംബത്തിലേക്ക് വിളിച്ച് നമുക്ക് വിശ്വാസത്തോടെ പാടാം. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം തരേണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. നമുക്ക് ഇരുകരങ്ങളിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഒത്തിരി തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചിലപ്പോൾ ജോലിയുടെ തടസ്സങ്ങളായിരിക്കാം, വിവാഹത്തിൻ്റെ തടസ്സങ്ങളായിരിക്കാം, അഡ്മിഷൻ്റെ തടസ്സങ്ങളായിരിക്കാം. ദൈവത്തിന് മുമ്പിൽ കൊടുക്കാം. ഇപ്പോൾ ഒത്തിരി മക്കൾ അഡ്മിഷന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ദൈവമേ, ഒരു അഡ്മിഷൻ കിട്ടണം, ഉദ്ദേശിച്ചൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണം. ദൈവത്തിന് മുമ്പിൽ കൊടുക്കാം. നമുക്ക് ദൈവത്തിനാണ് എല്ലാം സാധ്യമായിട്ടുള്ളത്. ദൈവം തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം തരും. ഞാൻ എത്രത്തോളം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, ദൈവം നമുക്ക് തരും. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും ചിന്തിക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവനെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല. അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവം അത് നടത്തിത്തരും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളും ആകുലതകളും, ഒത്തിരി ടെൻഷൻ അടിക്കുന്നവരാ നമ്മളിൽ പലരും. ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്. ചിലപ്പോൾ എൻ്റെ ജോലിയെക്കുറിച്ചായിരിക്കാം, മക്കളെക്കുറിച്ചായിരിക്കാം, ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകളെക്കുറിച്ചായിരിക്കാം, ചില തടസ്സങ്ങളായിരിക്കാം. ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്. എൻ്റെ തടസ്സങ്ങൾ മുഴുവൻ ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 50-ാം അധ്യായം 15-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നിൻ്റെ കഷ്ടതയുടെ കാലത്ത് നീ എന്നോട് നിലവിളിക്കുക, ഞാൻ നിന്നെ രക്ഷിക്കും, നീ എന്നേക്കും എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഒരിക്കൽ കൂടി ആ വചനം നമുക്ക് കേൾക്കാം. നിൻ്റെ കഷ്ടതയുടെ കാലത്ത് നീ എന്നോട് നിലവിളിക്കുക, ഞാൻ നിന്നെ രക്ഷിക്കും എന്ന് പറയണേ. നിലവിളിക്കാനാണ് പറയണേ, വെറുതെ പ്രാർത്ഥിക്കാനല്ല, നിലവിളിച്ച് പ്രാർത്ഥിക്കാം, കണ്ണീരോടെ പ്രാർത്ഥിക്കാനാണ് ദൈവം പറയണേ. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ തടസ്സങ്ങളും നമുക്ക് കൊടുക്കാം. നമ്മുടെ വേദനകൾ സമർപ്പിക്കാം, നമ്മുടെ ആകുലതകൾ സമർപ്പിക്കാം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ സമർപ്പിക്കാം. ദൈവമേ, എൻ്റെ കഷ്ടതയുടെ കാലത്തേക്ക് നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങൾ നീട്ടി ഈ ദിവികാരൻ്റെ നാഥനെ നോക്കി വിശ്വാസത്തോടെ നമുക്ക് പാടാം. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. ചേർന്ന് നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. ഇരുകരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈ നിമിഷം നമ്മൾ സമർപ്പിക്കുക. പഠിക്കുന്ന ഓരോ മക്കളെയും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കൊടുക്കുക. പ്രത്യേകമായിട്ട് ഓരോ മക്കളും പരിശുദ്ധാത്മാവാൽ നിറയപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ജ്ഞാനം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്, അഭിഷേകം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രത്യേകമായിട്ട് ഈ നിമിഷം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി മക്കൾ പറയും, അച്ഛാ പഠിച്ചിട്ട് കിട്ടണില്ല, ഒത്തിരി നേരം പഠിക്കുന്നുണ്ട്. എന്താ കാര്യം? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇല്ലാത്തതുകൊണ്ടാണ്. ഒത്തിരി പഠിച്ചിട്ടും ചിലപ്പോൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ പരീക്ഷയ്ക്ക് എഴുതണമെന്നില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ്. ചില മക്കളുണ്ട്, എല്ലാ ദിവസവും പള്ളി വരും, പ്രാർത്ഥിക്കും, പ്രാർത്ഥനയുടെ സമയത്ത് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കും, വചനം എഴുതും, വചനമൊക്കെ എഴുതിയിട്ട് അവർ പരീക്ഷയ്ക്ക് പോകും. എത്രയോ മക്കളാണെന്നറിയോ? അച്ഛാ ഞങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ് വന്നേക്കണേ, കൃത്യമായിട്ട് എഴുതാൻ പറ്റി. അതിനെന്താ കാര്യം? ഒറ്റ ഉത്തരവുള്ളൂ, ദൈവം ഉണ്ടായിരുന്നു കൂടെ, വേറെ ആരും ഉണ്ടായിരുന്നില്ല, ദൈവം ഉണ്ടായിരുന്നു കൂടെ. ചില മക്കൾ സ്വന്തം കഴിവിൽ ആശ്രയിക്കും. പഠിക്കുന്ന ഓരോ മക്കൾ എന്താ ചെയ്യണ്ടേ? ദൈവത്തിൻ്റെ കഴിവിൽ ആശ്രയിക്കണ്ടേ. നിനക്കെൻ്റെ കൃപ മതി എന്നാണ് ദൈവം പറയണേ. നിനക്കെൻ്റെ കൃപ മതി, വേറെ ഒന്നും വേണ്ട. ജീവിതത്തിൽ വിജയിക്കാൻ ദൈവത്തിൻ്റെ കൃപ മതി, വേറെ ഒന്നും വേണ്ട. ചില മക്കൾ അങ്ങനെയല്ല, ദിവസം തോറും ഇരുന്ന് പഠിക്കും. എന്താ കാര്യം? ഒരു കാര്യമില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ അഭിഷേകമില്ല. പ്രാർത്ഥിച്ചിട്ട് പഠിച്ചു നോക്കിയേ. പഠിക്കാൻ പോകുന്ന നേരത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് നോക്കിയേ, കുറച്ചു നേരം ദൈവം വഴി തുറന്നു തരും. ഒത്തിരി കടികട്ടിയുള്ള സാധനങ്ങൾ വരെ ഈസിയാക്കി ദൈവം തരും.
ചില കാര്യങ്ങൾ കൃത്യമാക്കി തരും ദൈവം, ചില കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ ദൈവം സന്നദ്ധനാക്കി തരും. അതെന്താണെന്നറിയോ? ദൈവത്തിൻ്റെ കൃപയുള്ളതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ അഭിഷേകമുള്ളതുകൊണ്ടാണ്. പഠിക്കുന്ന ഓരോ മക്കളോടും ഞാൻ പറയുന്ന കാര്യം എത്രയേ ഉള്ളൂ, ദൈവത്തിൻ്റെ മുമ്പിലിരിക്കും കുറച്ച് നേരം ഒന്ന് വചനം എഴുത്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകള്, അവൾ പരീക്ഷയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ഇരുന്നൊരു ഇടവകയിലാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനപ്പോൾ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഞാൻ ആ മകളോട് വെറുതെ ഒരു കാര്യം പറഞ്ഞു, മകളെ എല്ലാ ദിവസവും 10 പ്രാവശ്യം ഒരു വചനം എഴുതാമോ, നീ 10 പ്രാവശ്യം ഒരു വചനം എഴുതാമോ, ബാക്കിയുള്ളത് ദൈവം നിന്നെ നോക്കിക്കോളൂന്ന്. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോളൂ, വളരെ തമാശപൂർവ്വം പറഞ്ഞൊരു കാര്യമാണ്. എന്നോട് വന്ന് ചോദിച്ചു, അച്ഛാ ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എനിക്ക് പഠിച്ചിട്ട് കിട്ടണില്ല, പരീക്ഷയ്ക്ക് എനിക്ക് ഓർമ്മയില്ല, 10ാം ക്ലാസ്സിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞിങ്ങനെയാണ്, എല്ലാ ദിവസവും 10 പ്രാവശ്യം എഴുതിയാൽ മതി ഒരു വചനം, കൂടി വന്നാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിനക്ക് പോവുള്ളൂ, ഒരു വചനം എഴുതിയാൽ മതി എല്ലാ ദിവസവും. ആ മകൾക്ക് എത്ര A+ കിട്ടിയെന്നറിയോ? ഫുൾ A+ വാങ്ങിച്ചിട്ടാണ് ജയിക്കണേ. അത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. കാരണം ദൈവത്തിൻ്റെ കഴിവില പഠിക്കുന്ന മക്കളെ ആശ്രയിക്കണ്ടേ, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ എല്ലാം ശരിയാകും. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞേ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും ദൈവത്തിൻ്റെ അഭിഷേകം ഇല്ലെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ സാധ്യമല്ല ഒരു കാര്യവും. നമ്മൾ കുറേ കഷ്ടപ്പെടുന്നു മാത്രമേ ഉള്ളൂ, ഫലം ഉണ്ടാവില്ല. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകും. കാരണം ദൈവം കൂടെയുള്ള മനുഷ്യനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അതൊരു പരീക്ഷയ്ക്കും പറ്റില്ല, ഒരു വേദനയ്ക്കും പറ്റില്ല, ഒരു തടസ്സത്തിനും പറ്റില്ല. അതുകൊണ്ട് പഠിക്കുന്ന മക്കളെ, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ദൈവത്തിന് മുമ്പിൽ ഇരിക്കുക കുറച്ച് നേരം. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഒരു വചനം പഠിക്കുക, ഒരു വചനം എഴുത്. നീ പഠിക്കുന്ന പുസ്തകത്തിന് മുമ്പിൽ ഒരു വചനം എഴുതി വയ്ക്കുക. ആ വചനം വായിച്ചിട്ട് നീ ഒന്ന് പഠിക്കാനിരിക്കുക. ദൈവം തൊടും നിന്നെ. നിനക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം നീ പഠിക്കാനിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വചനം എഴുതിയിട്ട് ആ വചനം വായിച്ചിട്ട് നീ ഒന്ന് പഠിച്ചു നോക്ക്. ദൈവം സഹായിക്കും നിൻ്റെ കൂടെ വന്ന്. ചില ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ടില്ലേ, ദൈവം പഠിക്കുന്ന മക്കളുടെ കൂടെ ഇരുന്ന് അവൻ അനുഗ്രഹിക്കുന്നത്. അത് ദൈവമുള്ള മനുഷ്യർ, ദൈവം കൂടെയുള്ള പിള്ളേർക്ക് അത് സാധ്യമായുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയണേ, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുക, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കൊടുക്കും നിൻ്റെ പഠനത്തെ. നിൻ്റെ കഴിവിലല്ല, നീ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. ദൈവം ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടുള്ളൂ, ദൈവം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അതുകൊണ്ട് പഠിക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിന് മുമ്പിലേക്ക് കൊടുക്കുക. ദൈവമേ, ഞങ്ങളുടെ ഈ മക്കളെ ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അവരെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അഭിഷേകത്താൽ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവിധ നന്മകളാലും നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല മക്കളായിട്ട് ജീവിക്കാൻ, നന്നായിട്ട് പഠിക്കാൻ, പഠിച്ചത് ഓർത്തിരിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ മുഴുവൻ ദിവികാരനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമ്മുടെ മക്കളെ ഓർത്ത് ഇരുകരങ്ങളും നീട്ടി നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുവാനും നന്നായിട്ട് പഠിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും നീട്ടി ഈശോ അവരുടെ ജീവിതത്തിൽ വസിക്കാൻ വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, എനിക്കും തരേണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. ഒരിക്കൽ കൂടി, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, യേശുവേ, നാഥാ വരേണമേ, സൗഖ്യം തരേണമേ. നമുക്ക് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈശോയുടെ മുമ്പിൽ എല്ലാവർക്കും കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈ ദിവ്യകാരനാഥനെ നമുക്കൊന്ന് നോക്കാം. എൻ്റെ മുമ്പിൽ എൻ്റെ ദൈവമാണ് നിൽക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ നിനക്ക് പറ്റണം. നിൻ്റെ കണ്ണുകൾ കൊണ്ട് നിനക്ക് കാണാൻ പറ്റുമ്പോൾ നിൻ്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാവും. ചിലരൊക്കെ എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കും. ഒരു കാര്യമില്ല. കാരണം എന്താ? വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെയല്ല സ്വീകരിക്കുന്നത്. ചിലരെല്ലാവർക്കും എല്ലാ പ്രാർത്ഥനയിലും പങ്കെടുക്കുക. എന്താ കാര്യം? ഒരു കാര്യമില്ല. മനസ്സിൽ ഈ ദുഷ്ചിന്തകളും പാപങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ദൈവത്തിന് വസിക്കാൻ ഒരു ഇടമുണ്ടാകണം നിൻ്റെ ചങ്കിൽ. എന്നാലേ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുള്ളൂ, അടയാളങ്ങൾ ഉണ്ടാകുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അഭിഷേകവും അനുഗ്രഹം കിട്ടുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. അവൻ്റെ നാമത്തിന് ഒത്തിരി ശക്തിയുണ്ട്, അവൻ്റെ നാമത്തിന് ഒത്തിരി ശക്തിയുണ്ട്. അതുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ദിവ്യകാരണനാഥനെ നമുക്കൊന്ന് നോക്കാം. ഒരു നിമിഷം നമുക്ക് നോക്കാം.
എന്നിട്ട് മനസ്സിൽ മാത്രം ഈശോയുടെ നാമം നമ്മൾ സ്തുതിക്കാൻ പോവുക. മനസ്സിൽ മാത്രം, പുറമെ ആരും കേൾക്കണ്ട. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കി മനസ്സിൽ മാത്രം നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കെട്ടുകളോ ബന്ധനങ്ങളോ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും രോഗപീഠകളോ ആകുലതകളോ ടെൻഷനോ ഉണ്ടെങ്കിൽ അകറ്റപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ നാമം വിളിക്കാൻ പറയണേ. ആ നാമത്തിന് ശക്തിയുണ്ട്. കാരണം പൗലോസും സീലാസും തടവറയിൽ ഇരുന്നപ്പോൾ അവർ യേശുവിൻ്റെ നാമം പറഞ്ഞ് സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ചങ്ങലകൾ അഴിഞ്ഞു വീണുന്ന വചനത്തിൽ നമ്മൾ വായിക്കുക. അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീണുന്ന വചനത്തിൽ വായിക്കുക. അവരുടെ തടവറ തകർന്നു പോയി എന്ന വചനത്തിൽ നമ്മൾ വായിക്കുക. ആ ദൈവത്തിൻ്റെ നാമം നമ്മൾ സ്തുതിക്കാൻ പോകണമെന്ന് ഓർക്കണം. അത്രയും ശക്തിയുണ്ട് അവൻ്റെ നാമത്തിന്. ആ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മനസ്സിൽ മാത്രം, പുറമെ ആരും കേൾക്കണ്ട, യേശുവേ നന്ദി, യേശുവേ സ്തുതി. മനസ്സിൽ മാത്രം പറയും. നിൻ്റെ ശരീരത്തിൻ്റെ കെട്ടുകൾ പൊട്ടിപ്പോട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴട്ടെ, എല്ലാവിധത്തിലുള്ള പൈശാചിക ശക്തികൾ അകന്നു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിൽ മാത്രം യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു തന്നെ ഈ ദേവാലയത്തിലുള്ള എല്ലാവരും കേൾക്കുക. നിൻ്റെ ശരീരത്തിൽ പോകുന്ന ആ ദുഷ്ടശക്തികളും തടസ്സങ്ങളും അകന്നു പോകാൻ വേണ്ടി, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി എല്ലാ മക്കളും സ്വരമുയർത്തി, ശബ്ദമുയർത്തി, നിങ്ങൾ മറ്റുള്ളവരെ നോക്കണ്ട, ദൈവത്തെ മാത്രം നോക്കി കരമുയർത്തി സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവായ ദൈവമേ, ഈ മക്കളുടെ പ്രാർത്ഥന കേൾക്കണേ, ഈ മക്കളെ അനുഗ്രഹിക്കണേ, ഈ മക്കളെ വിശുദ്ധീകരിക്കണേ. നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഈ മക്കൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കുരിശിന്റെ ശക്തിയാൽ ഈ മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. യേശുനാമത്തിന്റെ ശക്തിയാൽ ഈ മക്കൾ കൃപകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പഠിക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിന് മുമ്പിലേക്ക് കൊടുക്കാം. നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും വേദനകളുണ്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. ഈ നിമിഷം നിൻ്റെ വേദനകൾ സമർപ്പിക്കേണ്ട നിമിഷമാണ്. നിൻ്റെ അസ്വസ്ഥതകളും നിൻ്റെ ആകുലതകളും ഒക്കെ ദൈവം മാറ്റും. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 32-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് നിന്നെ രക്ഷിക്കും. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് നിന്നെ രക്ഷിക്കും. നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കണം, എന്നാലേ നീ രക്ഷപ്പെടുള്ളൂ. നീ ലോകത്ത് എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ രക്ഷപ്പെടില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും ചില നിമിഷങ്ങളിൽ. നീ ഓർത്തു നോക്കിയേ, എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ചില കുടുംബങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ പൈസയുണ്ട്, സമാധാനമില്ല. ചിലർ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ട്, ഒന്നുമില്ല. ചിലർ രാപ്പകൽ ജോലിയാ, കാര്യമില്ല. കാരണം എന്താ? ദൈവം വേണം, ദൈവം വേണം. ദൈവം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ എല്ലാം. ചിലരെല്ലാം ജോലിയും ചെയ്യുന്നുണ്ട്, കടബാധ്യത മാറണില്ല. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വന്നതാ, അച്ഛാ എന്തോരം പണിയെടുക്കണേ, രാവിലെയും പണി രാത്രിയും പണി, ഞായറാഴ്ച വരെ പണി, പള്ളി പോകലൊന്നുമില്ല, കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ വരെ നേരമില്ല. അവസാനം ഞാൻ ചോദിച്ചു, എന്താ ഉള്ളേ? കടബാധ്യത മാത്രമേ ഉള്ളൂ. കടബാധ്യത മാറാൻ വേണ്ടിയിട്ടാണ് പണിയെടുത്തുകൊണ്ടിരിക്കണേ. പക്ഷെ ബാധ്യത കൂടുന്നുള്ളൂ, കുറയണില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രശ്നത, ദൈവത്തെ നമ്മൾ സീരിയസ് ആയിട്ട് കാണണം, വളരെ സീരിയസ് ആയിട്ട് കാണണം ദൈവത്തെ. അതാണ് ഏറ്റവും കൃപയുള്ള കാര്യം. ദൈവത്തെ സീരിയസ് ആയിട്ട് കണ്ടു നോക്കേ, എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റും. പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഉണ്ടാവും. പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും. നമ്മുടെ കുഴപ്പമെന്നറിയോ, നമ്മൾ നമ്മുടെ കഴിവിലും നമ്മുടെ ജോലി, നമ്മുടെ പണം, നമ്മുടെ സ്വത്ത്, നമ്മുടെ കാര്യങ്ങളിലാണ് ശ്രദ്ധ. ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു നോക്കി. എല്ലാ കാര്യത്തിനും ദൈവം വഴി നടത്തും നമ്മളെ. ദൈവം വഴി നടത്തും. ദൈവം ഇങ്ങനെ കൊണ്ടു നടക്കും നമ്മളെ. ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, എല്ലാ കാര്യങ്ങളും എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഓർക്കണം, ദൈവം ഉണ്ടെങ്കിലുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും അവൻ വഴി നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിന് മുമ്പിലേക്ക് കൊടുക്കാം. കർത്താവേ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ അസ്വസ്ഥതകൾ മാറാൻ നീ കടന്നു വരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ വേദനകൾ മാറ്റാൻ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം, പഠിക്കുന്ന മക്കൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ഒരു വചനം എഴുതിയിട്ട് പഠിക്കാതിരിക്കുക. നിൻ്റെ പാഠപുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ഒരു വചനം എഴുത്. അപ്പോൾ നിനക്ക് കൃപയുണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ കൃപയോടെ സമർപ്പിക്കുക, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുക. ദൈവമേ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ അസ്വസ്ഥതകളും വേദനകളും നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊടുക്കാം. കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങാം. എല്ലാ വേദനകളും ആകുലതകളും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച്
കർത്താവെ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ ആശീർവാദത്തിന് വേണ്ടി ഈ നിമിഷം ഒരുങ്ങാം. ദൈവം തന്ന എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം നമ്മുടെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.